വനം വകുപ്പ് വികസനങ്ങൾക്കെല്ലാം എതിരാണ് എന്നുള്ള ഒരു പൊതു ചിന്താഗതിയാണ് സമൂഹത്തിനുള്ളത് എല്ലാ കാലത്തും. വനത്തിനകത്ത് വനം ഡെഫിനിഷൻ ഗോതർമറ്റ് ഉരുൾപ്പാടിന്റെ ഒരു കേസ് വിധി ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് വനം എന്ന് പറഞ്ഞ നിർവചനം പറയുന്ന എല്ലാ സ്ഥലവും വനം തന്നെയാണ്. വനത്തിനകത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ അതും റിസോഴ്സ് തന്നെയാണ്, ഫോറസ്റ്റ് റിസോഴ്സ് തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിയമം ഉള്ളത്. അപ്പോൾ കാടിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ വനം വകുപ്പിന് തന്നെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കാടിന് തന്നെ വനം വകുപ്പിന് തന്നെ അധികാരം കൊടുക്കുന്നു ചോദിച്ചാൽ, ആ വനം എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ കാണേണ്ടതാണെന്നും അത് ഈ രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഒരു സമ്പത്താണെന്നും അത് സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മറ്റേത് വിഭവങ്ങളുടെ സംരക്ഷണത്തെക്കാളും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വനത്തിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത്. വനങ്ങൾക്ക് വന്യജീവികൾ ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഒന്നാണല്ലോ നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രൈം ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒന്നാണ് ഈ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. പെരിയാർ ടൈഗർ റിസർവ് മാത്രമല്ല, ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാർ ആയിക്കോട്ടെ, പിന്നെ അങ്ങോട്ട് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചൻകോവിൽ, അഗസ്ത്യകൂട എല്ലാം ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വനമേഖലകളാണ്. നമുക്ക് ഇവിടെ പാലക്കാട് നെല്ലിയാമ്പതി മുതൽ അങ്ങോട്ട് ഈ തുടർച്ചയായിട്ടുള്ള പറമ്പിക്കുളം, പീച്ചി, ചിമ്മിനി, അതുപോലെ ഏരുവികുളം നാഷണൽ പാർക്ക്, പിന്നെ പെരിയാർ ടൈഗർ റിസർവ്, ശബരിമല കാടുകൾ, അങ്ങനെ തെക്കോട്ട് അച്ചൻകോവില്, കുളത്തൂപ്പുഴ മുതൽ അങ്ങോട്ട് ആര്യങ്കാവ് ചുരം വരെ എന്ന് നോക്കിക്കോളൂ. ഒറ്റ ഒരു ബ്ലോക്കാണ്. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഏറ്റവും വലിയ റോള് വനംവകുപ്പിനാണ്. ഇതിനകത്ത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ചില കാര്യങ്ങൾ നടത്തിയാൽ മാത്രം മതി. KSEBയെ സംബന്ധിച്ച് ഈ മരക്കൊമ്പുകളൊന്നും മറ്റേ ഇലക്ട്രിക് ലൈനിൽ വീഴാതിരിക്കാൻ വേണ്ടി മുറിക്കുക, ഇത്രയേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. KSEB ഇതിന് താഴെ വാഴ വെച്ചാൽ വെട്ടുക. അപ്പൊ അത്രയും സങ്കുചിതമായിട്ടുള്ള ചിന്തയാണ് ഇത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റോഡിന് PWAയെ സംബന്ധിച്ച് റോഡ് വികസനം ഇത്രയേ ഉള്ളൂ. ആളുകൾക്ക് റോഡ് ഉണ്ടാക്കാം. വികസനം റോഡിനാണോ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോൺട്രാക്ടർക്കാണോ രാഷ്ട്രീയക്കാർക്കാണോ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് ചിന്തിക്കാതെ ഈ പറഞ്ഞതെല്ലാം അവനവന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണെന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അവിടെയാണ് ഈ വനംവകുപ്പിന് വലിയൊരു പ്രാധാന്യം വരുന്നത്. വനംവകുപ്പിലെ ജീവനക്കാരെന്ന് പറയുന്നത് അവർക്ക് ഈ പറഞ്ഞ ഈ കാട് സംരക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആരും പൈസ കൊണ്ട് കൊടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഈ ഇതിലേക്ക് വരുന്ന സമയത്ത് കാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അത് അറിയുള്ളൂ. ആ രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏറ്റവും വലിയ പ്രഷറായിട്ട് മാറുന്നത് ഈ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. പ്രത്യേകിച്ച് നമുക്ക് ശബരിമല അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ശബരിമലയുടെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം വനംവകുപ്പാണ് എന്നുള്ള വാദമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. കാരണം ശബരിമലയിൽ പമ്പ മേഖലയിൽ എനിക്കൊന്ന് 50 ഹെക്ടറോ മറ്റോ സ്ഥലമാണ് ദേവസ്വം ബോർഡിനുള്ളത്. പിന്നെ സന്നിധാനത്തുള്ള തുച്ഛമായുള്ള സ്ഥലം. അപ്പോൾ ഇത് രണ്ടും പാട്ടത്തിനാണ് കൊടുത്തിട്ടുള്ളത് ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡ് പറയുന്നത് ഈ സ്ഥലം തികയില്ല, കാരണം ഇവിടെ 5 കോടി തീർത്ഥാടകർ വരുന്നുണ്ട്, 6 കോടി തീർത്ഥാടകർ പ്രതീക്ഷിക്കുന്നു, കുറെ കാലം കഴിഞ്ഞാൽ 50 കോടി തീർത്ഥാടകർ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ പറഞ്ഞ് പെരുപ്പിച്ചിട്ട് നാട്ടുകാരെ സംബന്ധിച്ച് ഇത്രയും തീർത്ഥാടകർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ പോയി ടോയ്ലറ്റിന് സൗകര്യമില്ല, കുടിക്കാൻ വെള്ളത്തിന് സൗകര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് വനംവകുപ്പ് മുഴുവൻ ഇതിനെതിരെ നിൽക്കുകയാണെന്നുള്ളൊരു ധ്വനി മാധ്യമങ്ങളിലൂടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മാധ്യമങ്ങൾക്ക് വലിയൊരു റോൾ അതിനകത്തുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ വരുന്ന തീർത്ഥാടകരുടെ കണക്കെടുപ്പ് നടത്താനായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തു. അപ്പൊ എത്ര തീർത്ഥാടകർ വരുന്നുണ്ട് എന്നുള്ളൊരു കണക്കെടുപ്പ് അവർ നടത്തിയ സമയത്താണ് ഇതിന്റെ കല്ല് മുഴുവൻ വെളിച്ചത്തായത്. ദേവസ്വം ബോർഡെല്ലാം ശരിക്കും അതിനകത്ത് കുരുക്കിലായിപ്പോയത് അങ്ങനെയാണ്. ഇവർ പറഞ്ഞ 5 കോടി തീർത്ഥാടകർ വരും എന്ന് പറഞ്ഞ സമയത്താണ് 1998-99 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് തീർത്ഥാടകരുടെ എണ്ണം കണക്കിലെടുക്കുന്നത്. നമ്മൾ കണക്കിലെടുക്കുന്നത് വെച്ചാൽ വരുന്ന തീർത്ഥാടകരെ മുഴുവൻ തലയെണ്ണി എടുക്കുകയാണ്. നമ്മുടെ ഹാൻഡ് ടാലി കൗണ്ട് മെഷീൻ വെച്ചിട്ട് പുരുഷന്മാരെത്ര, സ്ത്രീകൾ എത്ര, കുട്ടികൾ എത്ര, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് സന്നിധാനം 18-ാം പടിക്ക് തൊട്ട് മുമ്പുള്ള 2 പോയിന്റിൽ പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നീലിമല കയറി സന്നിധാനത്തിലൂടെ നടപ്പന്തലിലേക്ക് വന്നിട്ട് 18-ാം പടി കയറുന്ന വഴി, മറ്റൊന്ന് നമുക്ക് പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടകർ ഇറങ്ങി പാണ്ടിത്താവളത്ത് വന്നിട്ട് അവിടെ നിന്ന് ഈ 18-ാം പടി വന്നിട്ട് കയറുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ പാണ്ടിത്താവളത്തും ഈ പറഞ്ഞ KSEBയുടെ ഒരു ഓഫീസൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള വനംവകുപ്പ് ഓഫീസിൽ ഇരുന്നിട്ട് കണക്കെടുക്കുക. അപ്പോൾ ഈ വരുന്ന കംപ്ലീറ്റ് തീർത്ഥാടകരും നമ്മുടെ കണ്ണിൽ മുന്നിലൂടെ മാത്രമേ കടന്നു പോകുള്ളൂ. അങ്ങനെ എണ്ണ എടുത്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് ശരാശരി ഒരു 40 ലക്ഷം തീർത്ഥാടകർ മാത്രമേ ഈ സന്നിധാനത്ത് വരുന്നുള്ളൂ. 5 കോടി എന്ന് പറഞ്ഞാൽ 500 ലക്ഷം. ഈ 40 ലക്ഷം അവിടെ കിടക്കുന്നു, 500 ലക്ഷം അവിടെ കിടക്കുന്നു.
ചുമ്മാ എന്ന് പറയുകയാണ്. കേരളത്തിലെ ജനസംഖ്യ തന്നെ 3.5 കോടിയേ ഉള്ളൂ. ഈ മൊത്തം കേരളത്തിലെ മൊത്തം മക്കളും കുടുംബം ഇനി പ്രസവിക്കാൻ കിടക്കുന്ന കുട്ടിയടക്കം കൊണ്ടുവന്നാൽ പോലും തികയാത്ത അവസ്ഥയാണ് സന്നിധാനത്തുള്ളത്. അപ്പോഴാണ് ഈ പറഞ്ഞ പൊട്ട കണക്കും പറഞ്ഞ് ഈ ജനങ്ങളെ മുഴുവനും ഇങ്ങനെ വിട്ടികളാക്കിക്കൊണ്ട് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഘോഷിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ ഒരു ഇടപെടൽ വലിയൊരു അളവിൽ ദേവസ്വം ബോർഡിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത വർഷം നമുക്ക് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ 4 വർഷത്തോളം റിപ്പീറ്റ് ചെയ്തു. നമ്മൾ നടത്തിയ പഠനം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കുറെ വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ട് 1 വർഷം ചെയ്യിപ്പിച്ചു. പിന്നെ പോലീസുകാർ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നിട്ട് എണ്ണമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ വെരിഫൈ ചെയ്യാനൊക്കെ വന്നു. പെർഫെക്റ്റ്ലി ഞങ്ങൾ എണ്ണിയ എണ്ണവും പോലീസുകാർ എണ്ണിയ എണ്ണവും ഒരു നമ്പർ പോലും വ്യത്യാസമില്ലാതെ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം പോലീസുകാരെ തന്നെ അംഗീകരിച്ചിട്ട് സപ്പോർട്ട് ചെയ്തു പോയി. അതിനുശേഷം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ വനം വകുപ്പ് ഇത്തരത്തിൽ നടത്തിയ പഠനം നടന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ ഡേറ്റയാണ് പിന്നെ അവരത് ആശ്രയിച്ചത്. നമ്മളിപ്പോൾ വേറെ അടുത്തൊരു സ്റ്റേജിൽ കൂടെ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ യഥാർത്ഥത്തിൽ ആവശ്യം എന്താണ്? ഇവിടെ വരുന്നവരെല്ലാം അവിടെ താമസിച്ചിരുന്ന് പോകാനാണോ അവരുടെ താല്പര്യം, അതോ കാനനവാസനായ അയ്യപ്പനെയാണ് കാണാൻ താല്പര്യം? ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കിയിട്ട് സർവേ നടത്തി. അത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനൊക്കെ കൈകൊണ്ടൊക്കെ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മൾ വിവിധ സ്ഥാനത്തുള്ള തീർത്ഥാടകർ കണക്കെടുത്തു. ആ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പോയി ഇത് നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വാങ്ങിച്ചു. കാരണം വരുന്ന തീർത്ഥാടകരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യനെയർ ചൂഷണം ചെയ്യുന്നുണ്ട്, ഇവർ എത്ര രൂപ കാണിക്കിട്ടു, എത്ര തേങ്ങ ഉടച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി തന്നെ നിരോധിച്ചു. പിന്നെ നമ്മളത് ആ പഠനം നടത്തിയില്ല. പക്ഷെ അതിനിടയ്ക്ക് കിട്ടിയ ഒരു ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന തീർത്ഥാടകരിൽ 85% തീർത്ഥാടകരും അവിടെ വന്ന് ഒരു നല്ലൊരു ദർശനം കിട്ടണം, എന്തെങ്കിലും ഒരു പ്രസാദം കിട്ടണം, അല്പനേരം 2-3 മണിക്കൂർ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണം, അത് കഴിഞ്ഞ് തിരിച്ചു പോകണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അല്ലാതെ അവിടെ വന്ന് താമസിച്ച് കെട്ടിടങ്ങൾക്കകത്ത് ഇരുന്ന് താമസിച്ചിട്ട് പോകണം എന്നുള്ള ചിന്താഗതിക്കാർ വളരെ കുറച്ച്, എന്ന് വെച്ചാൽ വളരെ ദൂരെ നിന്ന് വന്ന്, പ്രത്യേകിച്ച് കർണാടകകളിൽ വളരെ അങ്ങ് ബോംബെ നിന്നൊക്കെ വരുന്ന വളരെ ദൂരെ നിന്ന് വരുന്ന വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് കെട്ടിടം വേണമെന്നും അവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുള്ളൂ. ബാക്കി ഭൂരിപക്ഷവും ഇത് കാനനവാസനായിട്ടുള്ള അയ്യപ്പനെ കാണണമെന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഒരു അൺഒഫീഷ്യലായിട്ടുള്ള ഒരു അനാലിസിസിലുള്ള ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ അത് ദേവസ്വം ബോർഡിനെ വളരെയധികം അത് അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട PWDക്കാർക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡുകാർ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയി. വധഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. വധഭീഷണിക്ക് ഇപ്പോൾ മതമൗലികവാദികൾ തന്നെ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതേ മതമൗലികവാദികൾ തന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്തു. കാരണം നമ്മൾ ശരിക്കും ശബരിമലയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നും പിന്നെ ഈ പറഞ്ഞ കാടായിട്ട് നിലനിർത്താനും വിശ്വാസത്തിന്റെ രൂപത്തിൽ തന്നെ നിലനിൽക്കാനും കാടും വിശ്വാസവും രണ്ടും ഒന്നാണെന്നും ഈ ശബരിമലയ്ക്ക് വരുമ്പോൾ കാടിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു തോന്നലും അതുപോലെ കാട് നമ്മളെ തിരിച്ച് സംരക്ഷിക്കുന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വിശാലമായിട്ടുള്ള ഒരു ചിന്തയും ഇതൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളെ എതിർത്തവർ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ വലിയ ഇതൊക്കെയാണ് ശരിക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടൊക്കെ അവിടെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ 100% കാടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ കാടാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുപോലെ ശ്രീ ശബരിമല ശാസ്താവ് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസ സങ്കല്പം പോലും തത്വമസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നീ തന്നെയാണ് ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശാലമായ കാടും ഈ ജീവജാലങ്ങളും ഈ പൊതുജനങ്ങളൊക്കെ എല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഒരു ദൈവികതയാണ് യഥാർത്ഥത്തിൽ നന്മയുടെ രൂപമായിട്ട് വെളിയിൽ വരുന്നത്. അതുപോലെ ഓരോ മനുഷ്യരിലും ഈ പറഞ്ഞ നന്മയുടെ അംശമുണ്ട്. അതിനെ അങ്ങോട്ട് പുറത്തെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു വലിയ ലക്ഷ്യം. അങ്ങനെയാണ് നമ്മൾ ഈ കാടിനെ പെരിയാർ ടൈഗർ റിസർവിനെയും മറ്റ് എവിടെ പോയാലും കാടിന് പുറത്തും നമ്മൾ വന്ന സമയത്തും ഈ കടുവാ സംരക്ഷണം എന്നുള്ള ഒരു ജോലിയിലേക്ക് നമ്മൾ മാറാനും ഇപ്പോഴും നമ്മൾ ആ ഒരു തലത്തിൽ തന്നെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമലയിലെ മകരജ്യോതി പ്രകൃതിയാൽ ഉണ്ടാകുന്നതാണ് എന്ന് വളരെ കാലത്തോളം ആളുകൾ വിശ്വസിച്ചിരുന്നു, ഭക്തജനങ്ങൾ വിശ്വസിച്ചിരുന്നു, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കേണ്ടി വന്നു. അത് മനുഷ്യനിർമ്മിതമാണ് മകരജ്യോതി എന്നുള്ളത്, അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു. എങ്കിലും ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും അതൊരു പ്രകൃതി പ്രതിഭാസമായി തന്നെ വിശ്വസിക്കുന്നു.
അപ്പൊ ഈ മകര ജ്യോതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇപ്പോൾ നമ്മൾ അവിടുത്തെ തീർത്ഥാടകരുടെ എണ്ണം കണക്കിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഇപ്പൊ വിശ്വാസവും സത്യവും തമ്മിലുള്ള കുറെ ബന്ധങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മകരവിളക്ക് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾ മകരവിളക്കിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടിയിട്ട് സന്നിധാനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുല്ലുമേട് ദുരന്തം സംഭവിച്ചതായിക്കോട്ടെ, ഹിൽ ടോപ്പ് ദുരന്തം സംഭവിച്ചതായിക്കോട്ടെ, സന്നിധാനത്ത് വടം പൊട്ടി ആളുകൾ വീണ സംഭവങ്ങളായിക്കോട്ടെ, ഒട്ടനവധി സംഭവങ്ങൾ ഞാൻ നേരിട്ട് പലതിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളും കൂടിയാണ്. ഇത്തരത്തില് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഞാൻ അതിന്റെ പന്തളം രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രതിനിധികൾ ആയിട്ടൊക്കെ സംസാരിച്ചിരുന്നു, ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊക്കെ അവരുടെ ഒരു പ്രകാരം മകര നക്ഷത്രം തെളിയുന്നതാണ് ശരിക്കും മകരസംക്രമമായിട്ട് അവർ കാണുന്നത്. അപ്പം മകരസംക്രമ സമയത്ത് കാട്ടില് ഇതുപോലെ ഇത് എല്ലാവർക്കും അറിയാം, ഈ പാരമ്പര്യം, അതായത് പഴയ ജീവിത രീതി പിന്തുടർന്ന ആളുകളെല്ലാം പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ വരുന്ന മാറ്റം അനുസരിച്ചിട്ടാണ് അവരുടെ ജീവിതക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കൃഷി ഇറക്കുന്നതായിക്കോട്ടെ, അതുപോലെ കുളിക്കുന്നതായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, എല്ലാം പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളെ കണക്ട് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഈ കാടിനകത്ത് ജീവിച്ചിരുന്ന, പാരമ്പര്യമായിട്ട് ജീവിച്ചിരുന്ന ആളുകൾ, എന്റെ അറിവ് ശരിയാണെങ്കിൽ മലമ്പണ്ടാരം എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. അപ്പൊ അവരും ഈ പറഞ്ഞ മകരസംക്രമ സമയത്ത് ഈ ശബരിമലയിലെ പൂജകൾ നടക്കുന്ന സമയത്ത് അവരവിടെ ദീപം തെളിയിച്ചിരുന്നു. അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് അത് ദേവസ്വം ബോർഡ് അത് ഏറ്റെടുത്തു. ദേവസ്വം ബോർഡ്, വനം വകുപ്പ്, അങ്ങനെ KSEB ഒക്കെയാണ് തോന്നുന്നുണ്ട്, അങ്ങനെ ആരൊക്കെ കുറെ ഏജൻസികളെല്ലാം കൂടെ അത് ഏറ്റെടുത്തിട്ട് ഈ മകരവിളക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. മകരവിളക്ക് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മകരസംക്രമ ദിവസം വൈകുന്നേരം പൂജ നടക്കുന്ന സമയത്ത് നേരെ പൊന്നമ്പലമേട്ടില് ഒരു ദീപം തെളിയുന്ന ഒരു അത്ഭുത കാഴ്ച അത് ഒരു കാലത്ത് രൂപപ്പെട്ടു. പിന്നീട് ആളുകൾ ഒരു അത്ഭുതമായിട്ട് കാണാൻ തുടങ്ങി. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായി. അതൊരു വേറൊരു തരത്തിൽ പറഞ്ഞ ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് അത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പൊ ആളുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തള്ളും തിരക്കും കൊണ്ടുവരുന്ന ഒരു സ്റ്റേജായി മാറി. അപ്പൊ ആ സമയത്ത് കൊള്ളയടിക്കുകയാണ്. പിന്നെ ആര് വന്നു കഴിഞ്ഞാലും ആ പറയുന്ന സമയത്ത് തീ കൊള്ള വിലയാണ്. താമസിക്കാനാണെങ്കിലും, ഭക്ഷണമാണെങ്കിലും, വെള്ളത്തിനാണെങ്കിലും, ഇനിയിപ്പോ എന്തും ആ സമയത്ത് നടക്കും. ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പന്തളം കൊട്ടാരമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു പോയത്. അപ്പൊ അവര് പറഞ്ഞത് അവരെ സംബന്ധിച്ച് ഈ പൊന്നമ്പലമായിട്ടുള്ള ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവര് മകര നക്ഷത്രം തെളിയുന്നു. മകര സംക്രമ സമയത്ത് ഈ പറഞ്ഞ ധനു മാസം കഴിഞ്ഞ്, ധനുവിലാണല്ലോ ഈ പറഞ്ഞ മണ്ഡല പൂജ തീരുന്നത്, അത് കഴിഞ്ഞ് മകര സംക്രമ സമയത്ത് ഒരു പൂജ തെളിയിക്കുന്നു. അപ്പൊ അത് ഈ കൃത്യം വൈകുന്നേരമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരത്തിന്റെ വിശ്വാസം, ആ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട വിശ്വാസം പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഇവരുമായിട്ട് ഇന്റർവ്യൂന്ന് മനസ്സിലാക്കിയിടത്തോളം, ആ മകരസംക്രമ സമയത്താണ് പൂജ ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ വർഷം 2024 മകരസംക്രമം എന്ന് പറയുന്നത് ഇവിടെ മകരവിളക്ക് ദിവസത്തിന്റെ പുലർച്ചെയായിരുന്നു. നേരം വെളുക്കുന്നതിന് മുന്നേ ആയിരുന്നു. അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ദീപം തെളിയിക്കുന്ന വൈകുന്നേരം ഒരു വിരോധാഭാസം നമ്മൾ നോക്കണേ. അപ്പൊ ജനം മുഴുവൻ ഇവിടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ദീപാരാധന നടക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൽ അകത്ത് തൊഴാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല. നേരെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അങ്ങോട്ട് മൂടുന്നില്ല, അങ്ങോട്ട് നിന്ന് തൊഴുന്ന ഒരവസ്ഥ എനിക്ക് പലപ്പോഴും വിരോധാഭാസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതൊരു ഒരു പറ്റിക്കലായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്രക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു ഇക്കോലോഗ് പത്രക്കാരൊക്കെ വിളിച്ചിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഒരു പത്രക്കാരൻ പോലും അത് എഴുതാൻ അന്ന് തയ്യാറായിരുന്നില്ല എന്നുള്ളത് എന്നെ ഇപ്പൊ ആലോചിക്കാൻ ഞെട്ടിപ്പിക്കുകയാണ്. സത്യം എഴുതേണ്ട ആളുകൾ ഈ കാര്യം വെളിയിൽ പറയാൻ മടിക്കുന്നില്ല. കാരണം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പത്രത്തിന്റെ സർക്കുലേഷൻ മുടങ്ങുന്നതാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അങ്ങ് പറഞ്ഞ പോലെ ഈ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ട ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് പുറം ലോകം അറിയുന്നത് ഇതൊരു ദീപം തെളിയിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് പ്രത്യേകിച്ചൊരു വിശേഷമോ ഒന്നുമില്ല. ആളുകൾ വരുന്നു, കാണുന്നു, പോകുന്നു. സത്യത്തിൽ ആളുകൾ അല്ലാത്ത സമയത്ത് വന്ന് തൊഴുതു പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ശക്തമായിട്ട് ഈ ഒരു ഇഷ്യൂ നിലനിൽക്കുന്ന സമയത്ത് ആണ് ഞാൻ ഇങ്ങനെ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ പിന്നെ നമ്മൾ ഈ വേഷം പ്രത്യേകിച്ചൊന്ന് അതൊന്നും ഇല്ലല്ലോ. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാഭാവികമായ രീതിക്കാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ കാട് കയറി ഈ പറഞ്ഞ മകരവിളക്കിനെ പൊട്ടിക്കാൻ വേണ്ടി
ആസൂത്രണം ചെയ്ത് ഒരു തീവ്രവാദി പോലെ കുറെ എന്തൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലിയ റോന്ത് ചുറ്റുമായിരുന്നു. അവസാനം എന്നെ പിടിച്ചു. നോക്കുമ്പോൾ കുഞ്ഞ് താടിയുണ്ട്, സ്വാമിയുടെ വസ്ത്രം ഒക്കെ ധരിച്ച് ഒരു സഞ്ചിയും തൂക്കി നടന്നു വരുന്നു. പോലീസ് എന്നെ പിടിച്ച്, ഞാൻ പണ്ടിത്താവളത്ത് കൂടെ അങ്ങനെ അത് പുല്ലുമായിട്ടും താഴെ ഇറങ്ങി വരുന്ന സമയത്താണ് പിടിച്ച് എന്നെ പമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സമയത്ത് എന്നോട് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഒരു കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഐഡന്റിറ്റി കാർഡ് കൊടുത്ത നമ്മുടെ അവിടെ സർവേ വളണ്ടിയേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സാറാണ്, ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് തന്നത്. അദ്ദേഹം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥനാണ്. പിന്നെ അയാൾ വനസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മകരവിളക്ക് അവിടെ പൊളിക്കാനോ ഉള്ള പരിപാടിയൊന്നും ഇദ്ദേഹത്തിനോ അതൊന്നും ഇല്ല പറഞ്ഞു. അപ്പൊ പിന്നെ അവരൊക്കെ ഓടിച്ചു വിട്ടു. പിന്നെ അവസാനം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വന്ന് നേരിട്ട് വന്ന് വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെ കൂടെ അവരെ സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് എന്നെ റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു വിരോധാഭാസമാണ്. ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യത്തിനെ ഒരു മറച്ചു വെച്ചുകൊണ്ട് ഒരു മിഥ്യയായിട്ടുള്ള ഒരു സാധനത്തിന് അതിനെ യാഥാർത്ഥ്യമാക്കി പ്രചരിപ്പിക്കുന്ന ഇപ്പോഴും ഈ ദേവസ്വം ബോർഡുകൾ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യം നമുക്കൊക്കെ ഇനിയും സമൂഹം മാറി ചിന്തിക്കണം. അപ്പൊ എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ അമ്പലത്തിന്റെ പേരിൽ വിശ്വാസം എന്തിനാ നാട്ടുകാരെ പറ്റിക്കുന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. ശബരിമലയെ സംബന്ധിച്ച് ആളുകളുടെ വിശ്വാസത്തിന് അവർ വരട്ടെ. അവിടെ തത്വമസി എഴുതി നീ തന്നെയാണ് ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറ് നീ ഇവിടെ വരണ്ട എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ പറയാറുണ്ട്. നീ തന്നെയാണ് ദൈവം, നീ എന്തിനാ ഇവിടെ വരുന്നത്? ജീവകാലം മുഴുവൻ നിന്നെ, അല്ലെങ്കിൽ ഈ 41 ദിവസവും ഈ 48 ദിവസവും മുഴുവൻ നിന്നെ സ്വാമി നിന്നെയല്ലേ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. നീ തിരിച്ചും നാട്ടുകാരെ സ്വാമി എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്. നീ പിന്നെ എന്തിനാ ശബരിമലയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് തത്വമസിയുടെ അർത്ഥം എന്ന് പോലെ ഞാൻ പലപ്പോഴും വ്യാഖ്യാനിച്ച് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും ഒക്കെ ഈ ഒരു ചില യാഥാർത്ഥ്യങ്ങളെ കൂടെ ഒന്ന് ഈ സമയത്ത് ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളെ സംരക്ഷിക്കും, അതൊരു സംശയം വേണ്ട. പക്ഷെ അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. അതിന്റെ കൂടെ ചില അപകടങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്വയം കൃതാർത്ഥം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് നിങ്ങൾ അയ്യപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നിരീശ്വരവാദിയായിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കാട് സംരക്ഷണമാണ് ആത്യന്തികമായിട്ട് ഈ വിശ്വാസത്തിന്റെ എല്ലാം അടിസ്ഥാനം. കാവുകളാണ് നമ്മളെ ജീവന്റെ നിലനിൽപ്പ്, കാടുകളാണ് ജീവന്റെ നിലനിൽപ്പ്. അതിനുവേണ്ടി ചില വിശ്വാസങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടു വന്നു. അതിൽ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ശബരിമല സന്നിധാനം മാറി. അതൊരു നല്ല കാര്യം. പക്ഷെ ആ വിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോൾ ഇടക്കടവ് മുതൽ പമ്പ വരെയും, പമ്പ മുതൽ പിന്നെ സന്നിധാനം വരെയും വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും കൂടാരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഈ ഒരു വലിയൊരു പരിഷ്കാരത്തിന്റെ രൂപത്തിൽ കൊണ്ടുവരുന്നതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. വീണ്ടും ഇതെല്ലാം തകർത്തെറിഞ്ഞ് വീണ്ടും സ്വാമി അയ്യപ്പന്റെ കൃപ കൊണ്ട് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി വീണ്ടും കാടായിട്ട് തിരിച്ചു വരട്ടെ. കാനനവാസനായിട്ടുള്ള അയ്യപ്പൻ ഈ ലോകത്ത് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ശബരിമലയിൽ പോയില്ലെങ്കിലും പോയാലും അയ്യപ്പൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഉള്ള സ്ഥലത്ത് കാട് വെച്ച് പിടിപ്പിക്കുകയോ കാട് സംരക്ഷിക്കുകയോ ഒക്കെ ചെയ്യുക. അതായിരിക്കും അയ്യപ്പന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. നാട്ടുകാർക്കുമല്ല സേവനമൊക്കെ ചെയ്യാനുള്ള കിട്ടുന്ന പൈസയൊക്കെ നാട്ടുകാർക്കുമല്ല, നന്മകളൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാതെ അവിടെ കൊണ്ട് ഭണ്ഡാരത്തിലിട്ടത് കൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നതും മൗട്ടിയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അവിടെ ഇടണ്ട എന്നൊന്നും അല്ല എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ സ്ഥലത്ത് സമൂഹത്തിന് നന്മ ചെയ്യൂ, നാട്ടുകാർക്ക് നന്മ ചെയ്യൂ, ഈ വനം വന്യജീവികളെ സംരക്ഷിക്കും.